ഇത്ര അടുത്തുണ്ടായിട്ടും എന്റെ പൊന്നുമോളെ ഒന്ന് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് മോളെന്ന് വിളിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ വക്കീലെ. സച്ചി, 10 വർഷം കാണാമറയത്തായിരുന്ന അർച്ചനയും മോളും ഇപ്പൊ സച്ചിയുടെ കൺമുന്നിലെങ്കിലും ഉണ്ടല്ലോ. ദൂരെ നിന്നെങ്കിലും സച്ചിക്ക് അവരെ കാണാമല്ലോ. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? അധികം താമസിയാതെ അവര് സച്ചിയുടെ അടുത്തെത്തും. പക്ഷേ ഗോകുൽ സാർ ഒന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. ഗോകുൽ സാറിന്റെ ഈ വാശിയൊക്കെ മാറും. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അതുവരെ സച്ചി ഒന്ന് ക്ഷമിച്ചാൽ മാത്രം മതി. അമ്മയാ, എടുക്കട്ടെ? വേണ്ട, ഞാൻ കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിച്ചോളാം. സാരല്ല, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ അമ്മേ. മോളെവിടെയാ? ഞാനിപ്പോ ഒരു റെസ്റ്റോറന്റിലെ അമ്മേ. സച്ചിമ്മ മോളുടെ കൂടെ ഉണ്ടോ? അത് സച്ചി കൂടെ ഇല്ലമ്മേ. അപ്പൊ മോളിന്ന് സച്ചിയെ കണ്ടതേ ഇല്ലേ? സച്ചിയെ ഞാൻ രാവിലെ കണ്ടിരുന്നു. എന്താമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോളെ. എന്താണെന്ന് ചോദിച്ചിട്ട് അവനൊന്നും തുറന്നു പറയുന്നുമില്ല. രാത്രിയിലൊക്കെ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറ്റത്ത് നടക്കുന്ന കാണാം. അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല. എനിക്കത് വല്ലാത്ത പേടി തോന്നുന്നു മോളെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ സച്ചിയോട് സംസാരിച്ചോളാം. അവനെങ്ങനെ മോളെ വിളിക്കുകയാണെങ്കിലേ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണേ മോളെ. അമ്മ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി മോളെ. എന്തിനാ സച്ചി അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ദേ, ഇവിടെ നിറങ്ങിയ നേരെ വീട്ടിലേക്ക് പോണം. സംഭവിച്ചതൊന്നും അവരെ അറിയിച്ച് ടെൻഷൻ അടുപ്പിക്കരുത്. സമയമാവുമ്പോ എല്ലാം പറഞ്ഞാ മതി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെല്ലാവരും അർച്ചനയുടെ കാര്യം അറിഞ്ഞാ അത് വലിയ വിഷയമായി മാറും. എനിക്കറിയില്ല വക്കീലെ, എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞ വക്കീൽ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആത്മഹത്യ ചെയ്താനെ. അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ പറയുന്ന പോലെ ഞാനൊരു ഭ്രാന്തനായി പോയേനെ. സച്ചി, എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തൊക്കെ സംഭവിച്ചാലും ഒറ്റയ്ക്കാണെന്നുള്ള ഒരു വിചാരവും വേണ്ട. അവസാന നിമിഷം വരെ ഞാൻ കൂടെ ഉണ്ടാവും. വക്കീലിന്റെ ധൈര്യത്തിലാ ഞാനിപ്പോ ശരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. ഒന്നുമില്ലെങ്കിലും പ്രതീക്ഷിക്കാൻ ഇപ്പം മുന്നിൽ അർച്ചനയും മോളും ഉണ്ടല്ലോ. ഇനി എല്ലാവരും എല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം വരും. അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ അർച്ചനയും സച്ചിയും മോളും ഒരുമിച്ച. ഞാൻ മാത്രം വീണ്ടും ഒറ്റയ്ക്ക്. ശരി വക്കീലെ, സമയം ഒരുപാട് വൈകി, നമുക്ക് പോവാം. ഒരു ഓട്ടോ വിളിച്ച് വക്കീൽ ഞാൻ വീട്ടിലാക്കിയിട്ട് പൊയ്ക്കോളാം. വേണ്ട സച്ചി, എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. എന്റെ മനസ്സൊന്ന് ശാന്താവണം. സച്ചി ചെല്ല്, ചെന്ന് അമ്മയെ സമാധാനിപ്പിക്ക. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, നാളെ കാണാം.